കർണാടകയിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ മാറ്റത്തിന്റെ കാറ്റ് വീശുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയെ തകർത്തെറിഞ്ഞ് കർണാടകയിൽ കോൺഗ്രസ് അധികാരം പിടിച്ചെടുത്തപ്പോൾ ഒരൊറ്റ വ്യക്തിയായിരുന്നു ഹീറോ ഡി.കെ. ശിവകുമാർ. ഇപ്പോൾ കർണാടകയിലെ ഉപമുഖ്യമന്ത്രിയാണ് ഡി.കെ. ശിവകുമാർ. ഡി.കെ. ശിവകുമാർ കർണാടകയിലെ ഉപമുഖ്യമന്ത്രി എന്നതിൽ ഉപരി കർണാടകയിലെ കോൺഗ്രസുകാരുടെ ആവേശമാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തിനു വേണ്ടി ഡി.കെ. ശിവകുമാറും സിദ്ധരാമയ്യയും തമ്മിൽ തർക്കമുണ്ടായിരുന്നു. പക്ഷേ സിദ്ധരാമയ്യയ്ക്കായിരുന്നു എം.എൽ.എമാർക്കിടയിൽ ഭൂരിപക്ഷം. കൂടുതൽ എം എൽ എമാരും സിദ്ധരാമയ്യയോട് ഒപ്പമായിരുന്നു. സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയും ഡി.കെ. ശിവകുമാർ ഉപമുഖ്യമന്ത്രിയും ആയി. 2.5 വർഷം സിദ്ധരാമയ്യയും 2.5 വർഷം ഡി.കെയും മുഖ്യമന്ത്രിയാകും എന്ന ഒരു ധാരണയൊക്കെ ഉണ്ടായിരുന്നതായി വാർത്തകൾ വന്നുവെങ്കിലും സിദ്ധരാമയ്യ അത് തള്ളിക്കളഞ്ഞു. പക്ഷേ ഇപ്പോൾ ഡി.കെ. ശിവകുമാർ മുഖ്യമന്ത്രിയാകുന്നു എന്ന വാർത്ത പുറത്തു വരുന്നു. പ്രിയങ്ക ഗാന്ധിയുടെ ഇടപെടലാണ് ഡി.കെ. ശിവകുമാറിനെ മുഖ്യമന്ത്രിയാക്കി മാറ്റിയത്. ഈ വർഷം അവസാനത്തോടെ താൻ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയുമെന്നും ഡി.കെ. ശിവകുമാർ മുഖ്യമന്ത്രിയാകുമെന്നും സിദ്ധരാമയ്യയും പറഞ്ഞിരിക്കുന്നു. ഡി.കെ. ശിവകുമാർ മുഖ്യമന്ത്രിയാകാൻ കോൺഗ്രസിലെ സാധാരണ പ്രവർത്തകർ ആഗ്രഹിക്കുന്നു. കോൺഗ്രസ് നേതാക്കൾ ഭൂരിഭാഗവും ഡി.കെക്കൊപ്പമാണ്. എന്നാൽ കോൺഗ്രസ് എം.എൽ.എമാർ സിദ്ധരാമയ്യക്കൊപ്പം. അതായിരുന്നു ഇവർ തമ്മിലുള്ള വ്യത്യാസം. എം.എൽ.എമാരാണല്ലോ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നത്, മുഖ്യമന്ത്രിക്ക് പിന്തുണ നൽകേണ്ടത്. പക്ഷേ ഇപ്പോൾ ഡി.കെ. ശിവകുമാർ മുഖ്യമന്ത്രി ആവേണ്ടതിൻ്റെ അനിവാര്യത കോൺഗ്രസ് മനസ്സിലാക്കി. ഡി.കെ. ശിവകുമാറിന്റെ മാജിക് ഇല്ലായിരുന്നുവെങ്കിൽ കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരം നേടുമായിരുന്നില്ല. എന്നാൽ ഡി.കെ. ശിവകുമാർ തകർപ്പൻ പ്രചരണമാണ് നടത്തിയത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകയിൽ. ഡി.കെ. ശിവകുമാറും സിദ്ധരാമയ്യയും ഒരുമിച്ച് നിന്ന് പ്രചരണം നടത്തിയപ്പോൾ കോൺഗ്രസ് തൂത്തുവാരി കർണാടക. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഒരു നേതൃമാറ്റം അവിടെ സംഭവിക്കുന്നത്. ഹൈക്കമാൻഡ് ഡി.കെ. ശിവകുമാറിനെ മുഖ്യമന്ത്രിയാക്കാൻ പച്ചക്കൊടി കാണിച്ചു കഴിഞ്ഞു. കർണാടകയിൽ തകർന്നടിഞ്ഞ ബി.ജെ.പി തിരിച്ചു വരികയാണ്. ഈ സാഹചര്യത്തിൽ ബി.ജെ.പിയെ ഒതുക്കണമെങ്കിൽ കരുത്തനായ ഒരു നേതാവ് തന്നെ വേണം. സിദ്ധരാമയ്യയെ പോലെ സമമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന നേതാവ് പോരാ. ഇതാണ് ഡി.കെ. ശിവകുമാറിലേക്ക് മുഖ്യമന്ത്രി പദം എത്തിച്ചത്. ഡി.കെ. ശിവകുമാറിന്റെ അനുയായികൾ അദ്ദേഹം മുഖ്യമന്ത്രിയാകാൻ വേണ്ടി അമ്പലങ്ങളിൽ നേർച്ച നേർന്നതൊക്കെ വലിയ വാർത്തയായി മാറിയിരുന്നു. കർണാടകയിലെ ഓരോ നീക്കവും ഹൈക്കമാൻഡും എ.ഐ.സി.സിയും സാഹൂതം വീക്ഷിക്കുന്നുണ്ട്. കാരണം കർണാടകയിൽ വമ്പൻ തിരിച്ചുവരവാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നടത്തിയത്. സിദ്ധരാമയ്യയും ഡി.കെ. ശിവകുമാറും തമ്മിലുള്ള ഈഗോ ക്ലാഷിൽ ആ വിജയം അടുത്ത തെരഞ്ഞെടുപ്പിൽ തുടരാനാകാതെ വന്നാൽ അത് വലിയൊരു വീഴ്ചയായി മാറും കോൺഗ്രസിന്. അത് കോൺഗ്രസ് മനസ്സിലാക്കുകയും ഡി.കെ. ശിവകുമാറിനെ മുഖ്യമന്ത്രിയാക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. പ്രിയങ്ക ഗാന്ധിയാണ് സിദ്ധരാമയ്യയുമായി ചർച്ച നടത്തിയത്. സിദ്ധരാമയ്യ ഒഴിയാൻ തയ്യാറായി. മാത്രമല്ല അദ്ദേഹം തന്നെ പ്രഖ്യാപിച്ചു, ഈ വർഷം അവസാനത്തോടെ ഡി.കെ. ശിവകുമാർ കർണാടകയിലെ മുഖ്യമന്ത്രിയാകുമെന്ന്, താൻ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയുമെന്ന്. ഡി.കെ. ശിവകുമാർ കർണാടകയിലെ കോൺഗ്രസിൻ്റെ മുഖമാണ്. വളരെ കരുത്തുള്ള ശക്തനായ നേതാവ്. ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നരായ കോൺഗ്രസ് നേതാക്കളിൽ ഒരാൾ. കർണാടകയിൽ നിരവധി ബിസിനസ് സ്ഥാപനങ്ങൾ. മാത്രമല്ല അദ്ദേഹം അതിനൊപ്പം സാധാരണ ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകയിൽ നിറഞ്ഞു നിന്നത് ഡി.കെ. എന്ന 2 അക്ഷരമാണ്. കോൺഗ്രസിന്റെ അഭിമാനമായി ഡി.കെ. ശിവകുമാർ മാറി. തെലങ്കാനയിൽ കോൺഗ്രസ് വൻ വിജയം നേടിയപ്പോൾ അതിന് പിന്നിലും ഡി.കെ. ശിവകുമാറിന്റെ തന്ത്രങ്ങൾ ഉണ്ടായിരുന്നു. കർണാടകയിൽ രാഷ്ട്രീയ തന്ത്രജ്ഞൻ സുനിൽ കനകൂലും ഉണ്ടെങ്കിലും യഥാർത്ഥ രാഷ്ട്രീയ തന്ത്രജ്ഞൻ ഡി.കെ. ശിവകുമാർ തന്നെയാണ്. കൃത്യ സ്ഥലത്ത് കൃത്യമായ സ്ഥാനാർത്ഥിയെ പ്ലേസ് ചെയ്യാൻ ഡി.കെ. ശിവകുമാറിന് സാധിക്കും.
ഡി കെ ശിവകുമാർ കർണാടക രാഷ്ട്രീയത്തിൽ ഒതുങ്ങി നിൽക്കേണ്ട വ്യക്തിയല്ല. AICC ദേശീയ തലത്തിൽ അദ്ദേഹത്തിന് ആവശ്യമുണ്ട്. പക്ഷേ അദ്ദേഹം കർണാടക രാഷ്ട്രീയത്തിൽ തന്നെ ഒതുങ്ങാനാണ് ആഗ്രഹിക്കുന്നത്. ഡി കെ ശിവകുമാർ കേരളത്തിൻ്റെ വരുന്ന കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന് ചുക്കാൻ പിടിക്കും എന്നുള്ള വാർത്തയും വരുന്നു. കേരളത്തിൽ കോൺഗ്രസ് തമ്മിലടിച്ച് നശിക്കുമ്പോൾ അതിനെ ഒത്തുതീർപ്പാക്കാൻ ഡി കെ എന്ന രണ്ടക്ഷരം ആവശ്യമാണ്. എന്തായാലും ഡി കെ ശിവകുമാർ മുഖ്യമന്ത്രി ആകുമ്പോൾ കർണാടകയിൽ സമൂലമായ മാറ്റങ്ങൾ ഉണ്ടാകും. കടുത്ത BJP വിരുദ്ധനാണ് ഡി കെ ശിവകുമാർ. വർഗീയ ശക്തികളോട് ഒരു കോംപ്രമൈസിനും അദ്ദേഹം തയ്യാറല്ല. വർഗീയ ശക്തികളുമായി കോംപ്രമൈസ് കാട്ടാത്ത, വർഗീയ ശക്തികളുമായി കോംപ്രമൈസ് ചെയ്യാത്ത കോൺഗ്രസ് നേതാവാണ് ഡി കെ ശിവകുമാർ. BJPയും RSSും ബജറംഗദളും രാമസേനയും അടക്കമുള്ള ഹിന്ദുത്വ വർഗീയ കക്ഷികൾ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് ഡി കെ എന്ന രണ്ടക്ഷരത്തെ.